ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന അധികാര കേന്ദ്രങ്ങളിൽ പോലും ഭീതിയുടെ വിത്തുപാകിയ ആ രാത്രിയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഫെബ്രുവരി 28-ന് പരമോന്നത നേതാവ് അലി ഖമേനിയുടെ കൊട്ടാരത്തിനുള്ളിൽ നടന്ന അസാധാരണമായ സംഭവ വികാസങ്ങളുടെ ചോർന്ന ഓഡിയോ ക്ലിപ്പുകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അവകാശപ്പെടുന്നതനുസരിച്ച് ഒരു സിനിമയെ വെല്ലുന്ന നാടകീയ മുഹൂർത്തങ്ങൾക്കായിരുന്നു അന്ന് ആ കൊട്ടാരം സാക്ഷ്യം വഹിച്ചത്. ഇസ്രയേലിന്റെ മിസൈൽ ആക്രമണങ്ങൾ ടെഹ്റാനിലെ ആകാശത്തെ ചുവപ്പണിയിച്ചപ്പോൾ ഇറാന്റെ ഭാവി ഭരണാധികാരി എന്ന് കരുതപ്പെട്ടിരുന്ന മുസ്തഫ ഖമേനിക്ക് തന്റെ ജീവൻ രക്ഷിക്കാൻ കൊട്ടാരം വിട്ടിറങ്ങേണ്ടി വന്നു എന്ന വിചിത്രവും എന്നാൽ ഗൗരവമേറിയതുമായ വിവരമാണ് ഈ ഓഡിയോയിൽ നിന്നും ലഭിക്കുന്നത്. പേടിച്ചു വിറച്ച ഉദ്യോഗസ്ഥരും നിലയ്ക്കാത്ത ഫോൺ വിളികളും കൊട്ടാരത്തിനുള്ളിലെ സുരക്ഷാ പാളിച്ചകളുമാണ് ഈ ചോർന്ന ഓഡിയോയിലെ പ്രധാന ഉള്ളടക്കം. കൊട്ടാരത്തിനുള്ളിലെ അതീവ രഹസ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ ആരെങ്കിലും റെക്കോർഡ് ചെയ്തതെന്ന് കരുതുന്ന ഈ ഓഡിയോയിൽ വധഭീഷണി ഉയർന്നതിനെ തുടർന്ന് മുസ്തഫ ഖമേനിയെ എത്രയും വേഗം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ പ്ലാൻ ചെയ്യുന്നതും കേൾക്കാം. മുസ്തഫയ്ക്ക് ഇവിടെ നിൽക്കാനാവില്ല, അദ്ദേഹം ഉടൻ തന്നെ പുറത്തേക്ക് പോകണം എന്ന ഉദ്യോഗസ്ഥരുടെ പരിഭ്രാന്തമായ സംഭാഷണങ്ങൾ ഇറാന്റെ അധികാര കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ സൃഷ്ടിച്ച ഭയം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. റഷ്യയിലേക്ക് മുസ്തഫയെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ച ആ നിർണായക വിവരങ്ങൾ ഈ ഓഡിയോയിൽ വിവരിക്കുന്നുമുണ്ട്. കൊട്ടാരത്തിലെ ഇലക്ട്രോണിക് സുരക്ഷാ സംവിധാനങ്ങൾ പോലും ഹാക്ക് ചെയ്യപ്പെട്ടോ എന്ന സംശയം അവിടുത്തെ കമാൻഡർമാർ പങ്കുവെക്കുന്നത് ഇറാന്റെ പ്രതിരോധ മേഖലയിലെ തകർച്ചയെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. അലി ഖമേനിയുടെ പ്രായവും ആരോഗ്യസ്ഥിതിയും കണക്കിലെടുത്ത് മുസ്തഫയുടെ സുരക്ഷയ്ക്ക് അമിത പ്രാധാന്യം നൽകിയതും എന്നാൽ ശത്രുവിന്റെ മിസൈലുകൾ കൊട്ടാരത്തിനരികെ വരെ എത്തിയതും വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഫെബ്രുവരി 28-ലെ ആ രാത്രിയിൽ കൊട്ടാരത്തിനുള്ളിൽ നടന്നത് കേവലം ഒരു പലായനം മാത്രമായിരുന്നില്ല, മറിച്ച് ഇറാന്റെ ആത്മവീര്യം തകർക്കുന്ന ഒരു അട്ടിമറി കൂടിയാണെന്നാണ് നിരീക്ഷകർ കരുതുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള രൂക്ഷമായ തർക്കങ്ങളും ഈ ഓഡിയോയിൽ കേൾക്കാം. ചാരന്മാരുടെ സാന്നിധ്യം കൊട്ടാരത്തിനുള്ളിൽ പോലും ഉണ്ടെന്ന സംശയം അന്ന് അവിടെ വലിയ പരിഭ്രാന്തിയുണ്ടാക്കി. വധശ്രമത്തിൽ നിന്ന് മുസ്തഫ കഷ്ടിച്ച് രക്ഷപ്പെട്ട നിമിഷങ്ങളിൽ അദ്ദേഹത്തെ ചികിത്സിക്കാൻ വിദേശ ഡോക്ടർമാരുടെ സഹായം തേടണോ അതോ സൈനിക ഡോക്ടർമാരെ വിശ്വസിക്കണോ എന്ന കാര്യത്തിൽ പോലും വലിയ ആശയക്കുഴപ്പമുണ്ടായി. ഈ ചോർന്ന ഓഡിയോ ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേട് കൂടിയാണ്. ശത്രുക്കൾ തങ്ങളുടെ കിടപ്പുമുറിയുടെ വരെ കാര്യങ്ങൾ അറിയുന്നുണ്ടെന്ന തിരിച്ചറിവ് IRGC കമാൻഡർമാരെ വല്ലാതെ ഉലച്ചിട്ടുമുണ്ട്. ചുരുക്കത്തിൽ ഫെബ്രുവരി 28-ലെ ആ സംഭവ വികാസങ്ങൾ ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കറുത്ത അധ്യായമായി മാറിയിരിക്കുകയാണ്. ചോർന്ന ഓഡിയോ പുറത്തു വന്നതോടെ ഇറാന്റെ അധികാര കൈമാറ്റം എത്രത്തോളം ദുഷ്കരമാകുമെന്ന് ലോകം തിരിച്ചറിയുകയാണ്. മുസ്തഫ ഖമേനിയുടെ അപ്രതീക്ഷിതമായ പലായനവും കൊട്ടാരത്തിനുള്ളിലെ അരക്ഷിതാവസ്ഥയും ഭരണകൂടത്തിന്റെ തകർച്ചയുടെ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ സിംഹക്കോലങ്ങൾ കാവൽ നിൽക്കുന്ന സ്വന്തം കൊട്ടാരത്തിൽ പോലും സുരക്ഷിതനല്ലെങ്കിൽ പിന്നെ എവിടെയാണ് മുസ്തഫയ്ക്ക് സമാധാനമായി ഇരിക്കാൻ കഴിയുക എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. റഷ്യയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുമ്പോഴും തന്റെ നാട്ടിലെ ആ രഹസ്യങ്ങൾ ലോകമറിഞ്ഞത് മുസ്തഫയെ കൂടുതൽ തളർത്തുന്നുണ്ടാവാം. ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢമായ രാത്രിയെക്കുറിച്ചുള്ള ഈ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമായതും വിശദീകരിക്കുന്നതുമായ രീതിയിൽ ഒരുപക്ഷെ പുറത്തു വന്നേക്കാം. എന്നാൽ മറ്റൊരു വശം നോക്കുമ്പോൾ ഈ വാർത്തകളുടെ സത്യാവസ്ഥയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം ഔദ്യോഗിക സ്ഥിരീകരണമില്ല എന്നതാണ്. ഇറാൻ ഭരണകൂടം ഈ ഓഡിയോ ക്ലിപ്പുകളെ കുറിച്ചോ മുസ്തഫയുടെ പലായനത്തെ കുറിച്ചോ ഇതുവരെ ഔദ്യോഗികമായി ഒരു വാക്കും പറഞ്ഞിട്ടില്ല. സാധാരണ ഇത്തരം രഹസ്യങ്ങൾ അവർ പുറത്തുവിടാറുമില്ല. മറ്റൊരു കാര്യം, വിദേശ മാധ്യമങ്ങളും ഇസ്രയേലി അനുകൂല ഇന്റലിജൻസ് കേന്ദ്രങ്ങളുമാണ് ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത് എന്നുള്ളതാണ്. ഇറാനിൽ ഒരു ഭരണമാറ്റമോ അസ്ഥിരതയോ ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരം വാർത്തകൾ വലിയ പ്രചാരം നൽകാറുണ്ട്. അല്ലെങ്കിൽ യുദ്ധകാലത്ത് ശത്രുരാജ്യത്തിന്റെ ആത്മവീര്യം തകർക്കാൻ വേണ്ടി പടച്ചുവിടുന്ന പ്രൊപഗണ്ട ആകാനും ഇതിന് സാധ്യതയുണ്ട്. നേതാവ് പേടിച്ചോടി എന്ന് വരുത്തി തീർക്കുന്നത് വഴി ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തുക എന്ന തന്ത്രമാവാം ഒരുപക്ഷെ ഇത്. അതുമല്ലെങ്കിൽ ചോർന്ന ഓഡിയോ എന്ന് പറയപ്പെടുന്നവ AI ഉപയോഗിച്ച് കൃത്രിമമായി നിർമ്മിച്ചതാണോ എന്നും നമുക്ക് സംശയിക്കാം. എന്തായാലും ഇക്കാര്യമൊന്നും 100% ഇനിയും തെളിയിക്കപ്പെട്ടിട്ടുമില്ല.